എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ്, അതുപോലെ തന്നെ ഓപ്ഷൻ എഡിറ്റിംഗ്, അതുപോലെ തന്നെ ഓപ്ഷൻ ആഡ് ചെയ്യൽ എന്നിങ്ങനെയുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് 18-ാം തീയതി രാവിലെ 10 മണി വരെയാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, ഞാൻ ഓൾറെഡി കുറേ കോളേജ് കൊടുത്തിട്ടുണ്ട്, വീണ്ടും കോളേജുകൾ ആഡ് ചെയ്യണോ എന്നുള്ളത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള, അതായത് എനിക്കിപ്പോൾ ഒരു 100ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു ഓപ്ഷനെ ഞാൻ മുന്നിലോട്ട് വന്ന് കൊടുക്കണോ, അതായത് ഈ ഒരു 100ാമത്തെ ഓപ്ഷനെ വന്നിട്ട് 1ാമത്തെ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏതെങ്കിലും പുതുതായിട്ട് ഏതെങ്കിലും കോളേജ് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു ഇപ്പോൾ നൽകുന്ന ഓപ്ഷനുകളെ പരിഗണിച്ചുകൊണ്ടാണ് ആദ്യത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, പിന്നീടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റുകൾ എന്നിവ പ്രസിദ്ധീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ഏതൊരു കോളേജുകളും നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടതായിട്ട് വരും. ടോക്കൺ ഫീ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ആകെ ഫീസിൻ്റെ ഒരു നിശ്ചിത ഭാഗമാണ്. അതായത് ഇപ്പോൾ ഗവൺമെൻറ് കോളേജാണെങ്കിൽ 23,170 രൂപയാണ് നഴ്സിങ്ങിന് വരുന്നത്. അതുപോലെ മറ്റ് കോഴ്സുകൾക്ക് അതിലും കുറച്ച് കുറവ് പൈസ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പൈസ മുഴുവനായിട്ട് നിങ്ങൾ ഈ ഒരു ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ ആകെ ആ ഒരു അഡ്മിഷൻ ഫീസും ടോക്കൺ ഫീസും എല്ലാം കൂടി അത് ഈ ഒരു ടോട്ടലായിട്ടുള്ള ഫീസാണ് അടക്കേണ്ടത്. അതായത് 23,170 രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റിനത്തിൽ അടക്കേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ ഏകദേശം 1,13,000 രൂപയാണ് ആദ്യ വർഷത്തെ ഫീസ് വരുന്നത്. അതിൽ 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റാണ്. അത് നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തിരിച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ 25,000 രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട്, അതായത് നിശ്ചിത ദിവസത്തിനകം വിദ്യാർത്ഥികൾ അടക്കേണ്ടതായിട്ടുള്ളത്. അതായത് നിശ്ചിത ദിവസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ നിങ്ങൾക്ക് അറിയാം ടെൻറ്റേറ്റീവ് അലോട്ട്മെൻറ്റ് ഷെഡ്യൂളിൽ ഏത് ദിവസമാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ടെൻറ്റേറ്റീവ് അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിലെ ഡേറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു PDF ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് 19-ാം തീയതിയാണ്. പിന്നീട് 20 മുതൽ 22-ാം തീയതി വരെ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനും ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യാനുമുള്ള സൗകര്യമുണ്ട്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടുകയും നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ പിന്നീടുള്ള സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുന്നതല്ല. പിന്നീട് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റുകളിലേക്ക് ഓപ്ഷൻ നൽകാൻ മാത്രമാണ് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളും കോഴ്സുകളും ആയിരിക്കണം പ്രയോറിറ്റി ബേസിൽ നൽകേണ്ടത്. അപ്പോൾ ഇത് നിങ്ങളോട് പറയാൻ കാരണം, പല വിദ്യാർത്ഥികളും മുൻവർഷം അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 25,000 രൂപ ആ ഒരു ടൈമിൽ അടക്കാനായിട്ട് പറ്റാത്തത് കാരണം ആ ഒരു അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളും കോഴ്സുകളും ഓപ്ഷൻ നൽകുക. അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് കൺഫേം ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആ ഒരു കോളേജിൽ ഓപ്ഷൻസ് ആയിട്ട് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു 18-ാം തീയതി രാവിലെ 10 മണി വരെയാണ് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ, അതായത് പുതുതായിട്ട് ഓപ്ഷൻ നൽകാനും അതുപോലെ തന്നെ മോഡിഫിക്കേഷൻ ചെയ്യാനും, അത് നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസിൽ എന്തെങ്കിലും റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഓപ്ഷൻസിനെ റീ അറേഞ്ച് ചെയ്യാനോ ഈ ഒരു 18-ാം തീയതി രാവിലെ 10 മണി വരെയാണ് സാധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് കോളേജ് ജോയിനിങ് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കോളേജിൽ മുഴുവൻ ഫീസും അടക്കേണ്ടതായിട്ട് വരും. അതായത് നിങ്ങൾക്കിപ്പോൾ ഗവൺമെൻറ് കോളേജാണ് കിട്ടുന്നതെങ്കിൽ ഓൾറെഡി ടോക്കൺ ഫീ ഇനത്തിൽ തന്നെ 23,170 രൂപ അടക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേറെ ഫീസൊന്നും നിങ്ങൾ കോളേജിൽ അടക്കേണ്ടതായിട്ട് വരുന്നില്ല. അതേസമയം നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ SC ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ 1000, അതുപോലെ OEC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിൽ 1000 രൂപ മാത്രമാണ് ഗവൺമെൻറ് കോളേജിൽ ഫീസ് ഇനത്തിൽ വരുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഈ ഒരു 1,13,000 രൂപയാണ്. അതിൽ ഏകദേശം നിങ്ങൾ അടക്കുന്ന ഫീസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു 25,000 രൂപ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഇനത്തിൽ അടക്കുന്നുണ്ട്. ബാക്കി പൈസ ഏകദേശം 85,000 രൂപയാണ് നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ ടൈമിൽ അടക്കേണ്ടതായിട്ട് വരിക. അത് മുഴുവനായിട്ടും നിങ്ങൾ ആ ഒരു ടൈമിൽ അടക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ഗഡുക്കളായിട്ട് അടക്കാനുള്ള സൗകര്യം ലഭ്യമല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. മുൻവർഷം ഇതേ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു പൈസ ആ ഒരു ഘട്ടത്തിൽ സംഘടിപ്പിക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, SC ST OEC വിഭാഗത്തിൽ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്ക് സെൽഫ് ഫിനാൻസിൽ കിട്ടിക്കഴിഞ്ഞാലും 1000 രൂപയാണ് ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് വരിക. എന്നാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, OEC വിഭാഗത്തിൽ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാകും, അതുപോലെ SC ST വിദ്യാർത്ഥികളുണ്ടാകും. എന്നിവർക്ക് മാനേജ്മെൻറ്റ് സീറ്റിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ 1000 രൂപ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കുകയാണെങ്കിൽ കൂടി അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ ഏകദേശം 1,12,000 രൂപ വിദ്യാർത്ഥികൾ ഈ ഒരു കോളേജിൽ അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ നിലവിൽ അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് മെറിറ്റ് സീറ്റിലേക്കാണ്. കാരണം
ഏകദേശം വിവിധ കോളേജുകളിലെ മെറിറ്റ് ലിസ്റ്റുകൾ കോളേജിൻ്റെ ആ ഒരു കോളേജ് കോഴ്സ് ലിസ്റ്റിൽ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് മെറിറ്റ് സീറ്റ്, മാനേജ്മെൻറ്റ് സീറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ചൊരു പ്രധാനപ്പെട്ട സംശയമാണ് NRI സീറ്റിൽ എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ NRI സീറ്റിൽ എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. NRI ഡോക്യുമെൻ്റ് ഉള്ള വിദ്യാർത്ഥികൾ മാത്രമേ NRI കോട്ടയിൽ അപ്ലൈ ചെയ്യേണ്ടതുള്ളൂ. കാരണം NRI ഡോക്യുമെൻ്റ് ഇല്ലാതെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും കോളേജിൽ പോകുന്ന സമയത്ത് NRI ഡോക്യുമെൻ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അഡ്മിഷൻ കിട്ടുന്നതല്ല. കാരണം മുൻ വർഷവും അതേ രീതിയിൽ NRI കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ NRI ഡോക്യുമെൻ്റ് നൽകാൻ സാധിക്കാതെ വരികയും ചെയ്തതിനാൽ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ നൽകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ ഓപ്ഷൻ നൽകുക. NRI ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രം NRI കോട്ടയിലേക്ക് ഓപ്ഷൻ വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് സ്പോർട്സ് കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ജസ്റ്റ് അത് നിങ്ങൾ പരിശോധിക്കുക. ഇനി ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻ്റ് അല്ല, ഫസ്റ്റ് അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഓപ്ഷൻസ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി പറയാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുകയും വെരിഫൈ ചെയ്ത ശേഷം നിങ്ങളുടെ ഈ ഒരു രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്യുകയും ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ പോകുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ രജിസ്റ്റർ ഓപ്ഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത നിങ്ങൾ മുൻപ് ഓപ്ഷൻ നൽകിയിട്ടുണ്ടായിരുന്ന അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പേജിലേക്ക് തന്നെയാണ് പോവുക. അവിടെ നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസ് ഒക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു കോളേജ് ടൈപ്പ് ഏതാണ്, അതുപോലെ തന്നെ ഓപ്ഷൻ ഏതാണ്, എത്രാമത്തെ ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ റിമൂവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അത് റിമൂവ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ നെക്സ്റ്റ് ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഓപ്ഷൻ്റെ സ്ഥാനം ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു 34ാമത്തെ ഓപ്ഷൻ ഒരു 10ാമതായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു 34ൻ്റെ ആ ഒരു ഭാഗത്ത് അത് മാറ്റിയിട്ട് 10 എന്ന് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി 10ാമതായിട്ട് സെറ്റ് ചെയ്യപ്പെടുകയും ബാക്കി ഓപ്ഷനുകൾ അതിൻ്റെ നെക്സ്റ്റ് ഓപ്ഷനുകളായിട്ട് മാറുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ പുതിയൊരു കോളേജ് ഇപ്പോൾ 10ാമതായിട്ടോ അല്ലെങ്കിൽ ഒരു 5ാമതായിട്ടോ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കണമെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് നെയ്യാറ്റിൻകര അതിപ്പോൾ 10ാമത്തെ ഓപ്ഷനായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്ത് അവിടെ 10 എന്ന് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ 10ാമതായിട്ട് സെറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓപ്ഷൻസായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ കോളേജുകൾ ഓപ്ഷൻസായിട്ട്, അതായത് ഓൾറെഡി മുൻപ് നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു കോളേജുകളാണ്. അപ്പോൾ നിങ്ങൾ ഓരോ കോളേജ് നൽകുന്ന സമയത്തും അവിടെ ട്യൂഷൻ ഫീസ് എത്രയാണ്, സ്പെഷ്യൽ ഫീസ് എത്രയാണ്, കോളേജ് ടൈപ്പ് എത്രയാണ് എന്നുള്ളത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കോളേജ് നെക്സ്റ്റ് ഓപ്ഷനായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് അതായത് ആ ഒരു ഓപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് BSc നഴ്സിംഗ് കൂടാതെ തന്നെ ഒരു BSc ഡയാലിസിസ് ടെക്നോളജി, BSc MLT, BSc ഒപ്റ്റോമെട്രി, അതുപോലെ തന്നെ BSc ന്യൂറോ ടെക്നോളജി, അതായത് ആ ഒരു രീതിയിലുള്ള ഒരു കോഴ്സ് ഉണ്ട്. ഏറ്റവും അവസാനമാണ് ആ ഒരു കോഴ്സ് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ BOT, അതുപോലെ BPT, ഇതുപോലെ നിരവധി കോഴ്സുകളുണ്ട്. അതായത് ന്യൂറോ ടെക്നോളജിയാണ്. അപ്പോൾ വിവിധ കോഴ്സുകളുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ഏതൊരു കോഴ്സുകളായിരുന്നാലും നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. പ്രയോറിറ്റി ബേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കാൻ ഏത് കോളേജിലാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്, ഏത് കോഴ്സിലാണ് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കണം ഓപ്ഷൻ വെക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് താഴെയുള്ള മറ്റ് ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യപ്പെടും. പിന്നീട് അടുത്ത സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ഓപ്ഷൻ്റെ മുകളിലുള്ള ഹയർ ഓപ്ഷനുകൾ, അത് മുകളിലുള്ള മറ്റ് ഓപ്ഷനുകൾ, ഒരു ഉദാഹരണത്തിന് 5ാമത്തെ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 100ാമത്തെ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു 200 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മുകളിലുള്ള അതായത് 1 മുതൽ 99 ഓപ്ഷനുകളെയാണ് പിന്നീട് വരുന്ന 2, 3 അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലും അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജിലും ഏത് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്നത് അതിനനുസരിച്ച് വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഗവൺമെൻറ് കോളേജിൽ കിട്ടുകയാണെങ്കിൽ 23,170 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് വരുന്നത്. SC ST OECയിൽ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഏകദേശം 1000 രൂപ മാത്രമാണ് വരുന്നത്. സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 1,13,000 രൂപയാണ് ഫീസ് വരുന്നത്. ടോക്കൺ ഫീ ആയിട്ട് അടക്കേണ്ടത് നിങ്ങൾ ഏകദേശം ഈ ഒരു 25,000 രൂപയാണ് അടക്കേണ്ടത്. അതുപോലെ തന്നെ SC ST OEC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് സീറ്റല്ല അലോട്ട്മെൻറ്റായിട്ട് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു
സാധാരണ ഫീസ് തന്നെ അടക്കേണ്ടതായിട്ട് വരും. മെറിറ്റ് സീറ്റ് ആണെങ്കിൽ 1000 രൂപ മാത്രമാണ് SC ST OEC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇനത്തിൽ അടക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ അലോട്ട്മെൻറ്റ് നടത്തപ്പെട്ടിട്ടുള്ളത് അത് മെറിറ്റ് സീറ്റിലേക്കാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഓപ്ഷൻസ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ചെയ്യുകയും സേവ് ചെയ്ത ശേഷം നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം നിങ്ങൾ നൽകിയിട്ടുള്ള കോളേജുകളൊക്കെ അതിൽ വന്നിട്ടുണ്ടോ, നിങ്ങൾക്ക് താല്പര്യമില്ലാതെ ഏതെങ്കിലും കോളേജ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഏതെങ്കിലും താല്പര്യമില്ലെങ്കിൽ റിമൂവ് ചെയ്യുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമോ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമോ പുതിയ കോളേജിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ താല്പര്യമുള്ള എല്ലാവിധ കോളേജുകളും വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് ആയിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഓഗസ്റ്റ് 18-ാം തീയതി രാവിലെ 10 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള NRI സീറ്റ് എന്ന് പറയുന്നത് NRI കോട്ടയിലുള്ള, അതായത് NRI ഡോക്യുമെൻറ്റ്സ് ഉള്ളവർ മാത്രമേ NRI കോട്ട സീറ്റ് ഓപ്ഷനായിട്ട് വെക്കാവൂ. NRI സീറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും അഡ്മിഷൻ ടൈമിൽ NRI ഡോക്യുമെൻറ്റ് ഹാജരാക്കാതിരുന്നാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും അഡ്മിഷൻ കിട്ടുന്നതല്ല. അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും NRI കോട്ടയിൽ അപ്ലൈ ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് NRI കോട്ടയിൽ അപ്ലൈ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് അഫിഡവിറ്റ്, അതുപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പി, വിസ കോപ്പി, ഇതുപോലുള്ള നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള, അതായത് ബ്ലഡ് റിലേഷനുള്ള ആരുടെയെങ്കിലും ആ ഒരു ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഇല്ലാത്ത വിദ്യാർത്ഥികൾ NRI കോട്ടയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. കാരണം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും അഡ്മിഷൻ കിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.